ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീരിയൽ താരം ഗൗരി കൃഷ്ണ 2022-ലായിരുന്നു സീരിയൽ സംവിധായകനായിട്ടുള്ള മനോജുമായിട്ടുള്ള ഇവരുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹം ധാരാളം കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അതിന് മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരായിരുന്നു. കല്യാണ പന്തലിലേക്ക് ക്ഷണിക്കാതെ എത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഈ കല്യാണത്തിന് പങ്കെടുത്ത സകല ആളുകളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് അതിനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു ഗൗരി കൃഷ്ണ അന്ന് പ്രതികരിച്ചത്. ഇതേ തുടർന്ന് ധാരാളം സൈബർ ബുള്ളിങ്ങുകൾ ഇവരെ ഏറ്റുവാങ്ങി. എന്തായാലും ആ ദാമ്പത്യം അധികകാലം നീണ്ടു നിന്നില്ല. ഇരുവരും പരസ്പരം വേർപിരിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസം ഗൗരി കൃഷ്ണ ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ എടുത്ത് വെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറക്കരുത്. വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താണ്ട് ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഗൗരി പറയുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിട്ടുണ്ട്. അയ്യോ ഉണ്ട്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഏജിനെക്കാട്ടിലുള്ള മെച്ചൂരിറ്റി അത് കൊച്ചിലേ മുതലുണ്ട്. അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതല്ല, അത് എന്റെ ക്യാരക്ടറിലുള്ളതാ. ഇവൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞ കൊച്ചിലേ മുതലേ ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കതവൊക്കെ കുറ്റിയിട്ടോന്ന് ഞാൻ ശ്രദ്ധിക്കും, ഗേറ്റ് പൂട്ടിയോന്ന് ഞാൻ ശ്രദ്ധിക്കും. ഇതൊന്നും ആ ഒരു സമയത്ത് കുട്ടിയുടെ ഒരു രീതി അല്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഒരു മെച്ചൂരിറ്റി അത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാന്ന് തോന്നും. പക്ഷെ എന്നാ എനിക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഐ ഹാവ് എ ചൈൽഡിഷ് വേർഷൻ ഓൾസോ. പക്ഷെ അത് എനിക്ക് അത്രയും അടുത്ത് വരണം, എന്നാലേ അത് വരുള്ളൂ. അല്ലാത്തപ്പോ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിൾ ആ ഒരു ക്യാരക്ടറിനെ മീഡിയ, ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല, വളരെ മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എന്റെ മാരേജിന്റെ സമയത്ത് അത് എന്നെ സീരിയസ്ലി. സോ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഞാൻ ചിരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ചിരി വരില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ ഞാൻ വളരെയധികം കോമഡികൾ ആസ്വദിക്കാറുണ്ട്. പക്ഷേ ഞാൻ കോമഡികൾ പറയാറില്ല. അതേപോലെ തന്നെ ഞാൻ ചിരിക്കുന്നത് വളരെ വിരളമാണ്. എന്തെങ്കിലും തമാശയൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ എനിക്കെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അതിലൊരു പാർട്ടായിട്ട് നിൽക്കാനോ ഒന്നും സാധിക്കില്ല. അത് ഒരു പക്ഷേ എൻ്റെ ഒരു നേച്ചർ ആയിരിക്കാം. അത് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ആ ഒരു മെൻറ്റാലിറ്റിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാവണമെന്ന് ആരും ശാഠ്യം പിടിക്കരുത്. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പറയുന്ന കണക്ക് മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് വർക്കൗട്ട് ആവുന്നത്. മറ്റുള്ളവൻ്റെ മാനസിക അവസ്ഥ എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ്, വിവേകം, ഇതെല്ലാം മനുഷ്യന് അനിവാര്യമായിട്ട് പോകുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇനിയെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. ഒരു ഫോട്ടോ എടുക്കാണ്ട് വിസമ്മതിച്ച അഹങ്കാരി, ഒന്ന് പുഞ്ചിരിക്കാണ്ട് വിസമ്മതിച്ച അഹങ്കാരി, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു പേഴ്സൺ ആ ടൈമിൽ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള മിനിമം കോമൺ സെൻസ് നമ്മുടെ പൊതുസമൂഹം കാണിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. എന്നെ ഒരുപാട് അഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ബോൾഡ്, ഐ ഡെഫിനറ്റ്ലി ഐ എം എ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവളാരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവളാര അഹങ്കാരി. സത്യം ചില ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാ. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എൻ്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുള്ളത്. സീരിയസ്ലി. അത് എന്താന്ന് ചോദിച്ചാൽ, ഇവളാണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്? അതെ, ആണ്. അതിനാർക്ക് എന്ത് നഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം ഏജ് ആയവരാണ്. അല്ലാതെ അവരെല്ലാം ചെയ്യണം, ഞാൻ മറ്റേ സ്വപ്നലോകത്തെ ഒരു കുട്ടിയെ പോലെ കല്യാണത്തിന് ഇരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈവൻ തലേ ദിവസം പോലും
സോ ഇതിനകത്ത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പഴയ കാലമല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള കഴിവും തൻ്റെടവും പ്രാപ്തിയുമുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പഴയ കണക്ക് നാണം കുണുങ്ങിയായിട്ടുള്ള ഒരു കല്യാണ പെണ്ണിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുന്നത് ശരിക്കും പറഞ്ഞ വിഡ്ഢിത്തമാണ്. ഇന്ന് പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. ഇന്ന് ചന്ദ്രനിൽ വരെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും നമ്മളിപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്നെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം, ഒരു 10 പേര് കൂടുന്നിടത്ത് ഞാൻ പോയി നിന്ന് കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന്. പക്ഷെ അതേപോലെ ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക്, ഒരു ക്രൗഡിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ആ ടൈമിൽ മനസ്സിലാക്കാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്നെ ക്ലിയർ കട്ടായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം ഒരു ക്രൗഡിനകത്ത് ഞാൻ എത്രത്തോളം അൺകംഫർട്ടബിൾ ആണെന്ന്. സത്യമാണ്. എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു പൊളിറ്റീഷ്യനാണ്. ഞാൻ കേബിൾ ടി വിയുടെ സർവീസിനും മറ്റു കാര്യത്തിനൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ എന്നെക്കൊണ്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള ഒരു ക്രൗഡിനിടയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ വീട്ടുകാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു എൻ്റെ ബന്ധുക്കളായിക്കോട്ടെ, ആരായാലും ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മാസീവ് ക്രൗഡിനിടയ്ക്ക് നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാസീവ് ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 10,000 പേരല്ല, എനിക്ക് ചുറ്റും ഒരു 5 പേരുണ്ടെങ്കിൽ പോലും എനിക്ക് അത് അത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലാവും. കാരണം ഞാൻ ഈ ചില സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരുമാതിരിപ്പെട്ട ചടങ്ങുകളിൽ നിന്നല്ല ഞാൻ കഴിവതും ഒഴിവായി നിൽക്കും. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഹാപ്പിനെസ്സിനകത്ത് പങ്കാളിയാവാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും തന്നെ ഞാൻ പങ്കെടുക്കാറില്ല. അഥവാ ചെന്നാലും ജസ്റ്റ് 1-2 പേരെ കണ്ടിട്ട് ഞാൻ അന്നേരം ആ സ്ഥലത്തു നിന്ന് അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കകത്തും ഞാൻ ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ എൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ലൈഫ് നോക്കി കഴിഞ്ഞാലും ഞാൻ ആളുകൾക്കിടയിൽ മിങ്കിളാവും. പക്ഷേ എനിക്ക് ഏറ്റവും അധികം ക്ലോസ് ആയിട്ടുള്ള 1-2 വ്യക്തികളുണ്ട്. അവർക്കൊപ്പം മാത്രമേ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതലുള്ള ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കാറില്ല. അതേപോലെയാണ് യൂട്യൂബിൽ എനിക്ക് വളരെ ചുരുക്കം ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. അവരുമായിട്ട് പോലും എപ്പോഴും ക്ലോസ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാറില്ല. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ലൈഫിനകത്ത് ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവിടെ മാസീവായിട്ടുള്ളൊരു ക്രൗഡിനെയോ അല്ലെങ്കിൽ ഒത്തിരി അധികം റെസ്പോൺസിബിലിറ്റിനെ കൊണ്ടുവരാണ്ട് ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി കാണാം. കുറച്ച് പേർക്ക് റൂമിന്റെ ഇഷ്യൂ വന്നപ്പോൾ രാത്രി 1:30-ക്ക് എൻ്റെ അച്ഛനെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ല. ഞാനും ചേച്ചിയും കൂടെ പോയാണ് അവർക്ക് റൂം എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് രാത്രി 2:30-ക്ക് ഞാൻ തിരിച്ചു വന്നത്. നെക്സ്റ്റ് ഡേ എൻ്റെ വെഡിങ്. അതിലെങ്ങനെയാണ് അഹങ്കാരമായിട്ട് തോന്നുക? വെഡിങ്ങിന്റെ അന്ന് എല്ലാ കാര്യങ്ങളും പിന്നെ മീഡിയ പെട്ടെന്ന് ഞാൻ ഇത്രയും മീഡിയാസ് ഒന്നും വരുമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വെഡിങ് ഡേക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മീഡിയ വരുമെന്ന്. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇവര് എന്തോ ഞാൻ സാരിയുടെ ഒരു വീഡിയോ ഇട്ടപ്പം അതില് ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു റഷ് വന്നു. എൻ്റെ ഫാമിലിക്കൊന്നും അങ്ങനെ മീഡിയനെ ഹാൻഡിൽ ചെയ്തോ, അവർക്ക് സാധാരണ ആൾക്കാരാണ്. അവർക്കറിയില്ല ഇങ്ങനെ മീഡിയ വന്ന് ഫുള്ള് നിൽക്കുന്നു. അവിടെ വന്നിരുന്നവരിൽ പലരും പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കാണണ്ടേ. അതൊക്കെ പല ആൾക്കാരാണ്. ചിലർക്ക് കല്യാണം കാണണം എന്നുള്ളതൊക്കെ അവരുടെ അവർ വരുന്നത് അതിനാണ്. മനസ്സിലായി. അപ്പം ആർക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓഡിയൻസിനെയും കാണാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും നമ്മളെ കാണാനും പറ്റുന്നില്ല. മീഡിയ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട് ആരും ഇതൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. എൻ്റെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നില്ല. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് എങ്ങനെ അതങ്ങനെ ചെയ്യാൻ പറ്റും. ഈവൻ കല്യാണം കഴിച്ചിരുന്ന ആള് പോലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു, നിങ്ങൾ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കും, ഇത്രയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ എടുത്ത് തമ്പനയിൽ ഇട്ട് അവിടെ കല്യാണം കഴിക്കാനിരുന്ന ഞാൻ എന്തോ വലിയ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അത് അഹങ്കാരമാവുന്നത്. സോ ഇതാണ് ഇവർ ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊരു വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാണ്. നാളെ ഒരു വിവാഹം എന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, പെണ്ണും വീട്ടുകാർ,
അവരുടെ 1-2 ബന്ധുക്കൾ, പിന്നെ എൻ്റെ ചേച്ചി, അമ്മാവൻ, അമ്മായി, ചേട്ടൻ്റെ വൈഫ്, അങ്ങനെ എൻ്റെ കുറച്ചുള്ള ഒരു ബന്ധുമിത്രാദികളെ കൂട്ടി ഉള്ള ഒരു വിവാഹം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും അധികം താല്പര്യമുള്ളത്, സത്യം പറയാം. കാരണം എനിക്കൊരു ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോയി മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ സിറ്റുവേഷൻ എങ്ങനെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് നടക്കുന്നതെങ്കിൽ 100% ഉറപ്പ് പറയാം, ആ വിവാഹം അന്ന് മുടങ്ങിയിരിക്കും. കാരണം എൻ്റെ കൺട്രോൾ നശിച്ച് ഞാനൊന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, ആ കല്യാണം മുടങ്ങുക തന്നെ ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള മെൻ്റൽ സിറ്റുവേഷൻസ് ഉണ്ട്. എന്ന് വെച്ചുകൊണ്ട് എനിക്ക് ഭ്രാന്താണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഏറ്റവും അധികം അഗ്രസീവായിട്ട് പെരുമാറും. ആ ടൈമിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് പോലും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരോ എൻ്റെ കൂട്ടുകാരോ ഒന്നും എൻ്റെ അടുക്കിലേക്ക് വരില്ല. കാരണം ആ ടൈമിൽ ഞാൻ എന്തായിരിക്കും വിളിച്ച് പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കിട്ടുന്ന വാക്കിന് ഞാൻ കൈ തീർത്ത് പൊട്ടിക്കും. അതൊക്കെ എൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തോ, ഒരു മാസികമുള്ള ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന സമയത്തോ എന്നോട് ഒരു കാര്യവും വന്ന് എൻ്റെ വീട്ടുകാർ പോലും പറയാറില്ല. കാരണം അറിയാം, ആ നിമിഷത്തിൽ ഞാൻ ഡിസ്റ്റർബ് ആവും. ഞാൻ ഉറപ്പായിട്ടും ഏറ്റവും അഗ്രസീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. എന്തായാലും നമുക്ക് അന്ന് ആ കല്യാണത്തിന്റെ സമയത്ത് നമ്മുടെ മീഡിയാസ് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം. എങ്ങനെ കഴിക്കും? നമ്മളെങ്ങനെ കഴിക്കും? ഇത്രയും നേരം നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. ഇനി കുറച്ച് കഴിച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. വേറൊരു ഡ്രസ് ചേഞ്ച് ഉണ്ട്, അതിന് നമുക്ക് എടുക്കാം. എങ്ങനെ കഴിക്കാം? ഈ ഒരു വീഡിയോ കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആണ് ആ ഒരു സമയത്തുനിന്ന്. കാരണം മാധ്യമങ്ങളുടെ ആ ഒരു തള്ളിക്കയറ്റവും അവരുടെ ആ ഒരു സ്വകാര്യ നിമിഷത്തിലേക്കുള്ള ക്യാമറകളുടെ ഫോക്കസും ഒക്കെ അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരൊരു സീരിയൽ നടിയല്ലേ, ഇവർ ക്യാമറയൊക്കെ കണ്ട് ക്ഷീണിച്ചുകൊള്ളുന്നവർ. പക്ഷെ അതേപോലെയല്ല, സീരിയൽ എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷനാണ്. ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതമാണ്. ഇവരുടെ കുടുംബവും മറ്റ് സന്തോഷങ്ങളും എല്ലാം കൂടിച്ചേരുന്ന ആ സമയത്താണ് ഒരു ക്യാമറ കൊണ്ട് അവിടെ വെക്കുന്നത്. അന്നേരത്തേക്ക് അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻ ആ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഉണ്ടാവും. എന്നാലും വാക്യം കിട്ടണം. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ എന്റെ ആ ഒരു മാനസികാവസ്ഥ പോലും സത്യം പറഞ്ഞാൽ എനിക്കതിപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് മീഡിയയോട് പറയാൻ പറ്റില്ല. എന്നിട്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ചിരിച്ചില്ല. ഈ കൊച്ചിന് ചിരിയില്ലേ? ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് അറിയില്ല. എന്റെ തലയിൽ കൂടെ പല കാര്യങ്ങളാ ഓടുന്നത്. അതൊക്കെ ഒരു പ്രശ്നമായി. ഞാൻ ശരിക്കും എനിക്കപ്പം മനസ്സിലായി, എല്ലാം ജനറലൈസ് ചെയ്യുന്നില്ല. സമൂഹത്തിന് വേണ്ടത് ലൈക്ക് ഒന്നും എന്താ പറയാ, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ നടത്താനോ ഒന്നും കഴിവില്ലാതെ ഈ മാസ്മരിക ലോകത്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ബ്രൈഡിനെയാന്ന് തോന്നുന്നു അവര് ഐഡിയൽ വുമൺ ആയിട്ട് ചിത്രീകരിക്കുന്നത്, അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു സെലിബ്രിറ്റി ആവുമ്പം നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും എനിക്കറിയാം, എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നേ പിന്നെ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനത് ഞാനൊരു ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ദൈവം അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണെന്ന്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. സോ ഇതാണ് അവർ പറയുന്നത്. അവരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ്ട് അവർ താല്പര്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തൊരു ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഈ ചിരിക്കുക, എൻ്റെ വീഡിയോസ് കാണുന്ന പല ആളുകളും പറയാറുണ്ട് വിഷ്ണു ഒന്ന് ചിരിക്കണമെന്ന്. എനിക്ക് വരാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്? എനിക്ക് ആക്ട് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ചിരി എന്ന് പറയുന്ന സാധനം അങ്ങനെ എങ്ങനെയൊന്നും വരുന്നൊരു സംഭവമല്ല. അതൊക്കെ ആക്സിഡന്റിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചിരി. ദേഷ്യപ്പെടാനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നല്ല രീതിക്ക് കോമഡികൾ ആസ്വദിക്കാറുണ്ട്. നല്ല കോമഡി പ്രോഗ്രാമുകളും സിനിമയിലെ കോമഡി രംഗങ്ങളും എല്ലാം കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. പക്ഷേ
എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചിരിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു നീ ഒരു ചിരിച്ചുകൊണ്ട് വീഡിയോ കാണുമ്പോഴത്തേക്ക് നിന്റെ ഈ ഗൗരവപരമായിട്ടുള്ള ഒരു മുഖം കാണുമ്പോൾ അല്പം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. പക്ഷെ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെൻ്റെ ഒരു നേച്ചറാണ്. അതൊരിക്കലും ഇനി മാറില്ല. അതെനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിപ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതത്തിലും എന്നുള്ള കുറച്ചൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം ആക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തിരിച്ചറിയാണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് സാധിക്കുമ്പോഴാണ് അവർ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെന്നോട് പറയത്തില്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ നീ ചിരിച്ചു കളിച്ച് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യും. ഇതൊന്നും എൻ്റെ വീട്ടുകാരെന്നോട് പറയത്തില്ല. അവർക്കറിയാം എനിക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ചുറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ കംഫർട്ടായിട്ട് ആ നടക്കുന്ന പ്രവർത്തികളിൽ പാർട്ടിസിപ്പേറ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വഴിക്ക് തിരിഞ്ഞു പോകത്തില്ല. എനിക്കൊരു വ്യക്തിയോട് ഒരു എതിർപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചത്തെന്നറിഞ്ഞാൽ പോലും ഞാൻ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കാറേ ഇല്ല. അയാൾ എത്രത്തോളം സൽപ്രവൃത്തി ചെയ്താലും അയാളെ ഞാൻ പ്രകീർത്തിക്കാൻ പോവില്ല. അതെൻ്റെ ഒരു നേച്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യൂട്യൂബിനകത്തൊക്കെ പല ആളുകളുമായിട്ട് എനിക്ക് ഒരു ഒത്തുചേർന്ന് പോകാനുള്ള മനോഭാവം ഒരിക്കലും ഉണ്ടാവാത്തതിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം വ്യൂവർഷിപ്പ് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. അതിൻ്റെ പേരിൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളാണെങ്കിലും ലാഭമാണെങ്കിലും അത് സഹിക്കാണ്ട് ഞാൻ തയ്യാറാണ്. സോ അത്രമാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഗൗരി തന്നെ പറഞ്ഞു, ഞാൻ സ്വർണങ്ങളൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ പറക്കാട്ടിന്റെ ഇതാണ് ഞാൻ ഫുൾ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്നും അതിലും പറഞ്ഞപ്പം അതിനെയും രണ്ട് തരത്തിലാണ്. കല്യ ഇത് കാണിക്കാൻ വന്നിരിക്കുന്നു, പിന്നെ അത് അങ്ങനത്തെക്കാട്ടി കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയത് സ്വർണം ഇടാത്തതിനാണ്. അത് കൂടുതലും ഇത് സ്വർണത്തിനെക്കാട്ടിലും പൈസ ആയല്ലോ, ഇങ്ങനെയൊക്കെ പലത് കമന്റ്സ് അല്ലേ. ഇതിനകത്ത് രസകരമായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊന്നുമല്ല, ഇവരുടെ വിവാഹത്തിന്റെ സമയത്ത് ഇവർ ഇമിറ്റേറ്റിംഗ് ഗോൾഡ് ഇട്ടതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ തന്നെ വീണ നായർ എന്ന് പറയുന്ന ഒരു സിനിമാ താരം, അവരുടെ കല്യാണത്തിന്റെ സമയത്ത് അത്രയും കാലം സമ്പാദിച്ച പണത്തിൽ നിന്ന് സ്വർണം വാങ്ങി ധരിച്ചപ്പോഴത്തേക്ക് അതിനെതിരെ വിമർശനമായിട്ട് വന്നവരാണ്. ആ ഉത്തരവാദ കേസൊക്കെ നടന്ന സമയത്ത് വീണ നായർ ഈ സ്വർണത്തെക്കുറിച്ചും സ്ത്രീധനത്തെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അവരുടെ കല്യാണ ഫോട്ടോ തപ്പി എടുത്തുകൊണ്ട് വന്നിച്ച് ഇത് പറയാണ്ട് നിങ്ങൾക്ക് എന്താണ് അവകാശം, മൂടിയ സ്വർണ്ണമായിട്ടല്ല നിങ്ങളുടെ വിവാഹം നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം വിമർശനങ്ങൾ ഉന്നയിച്ചു. അത് നമ്മുടെ മലയാളികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ്. തനിക്ക് സാധിക്കാത്ത കാര്യങ്ങളെല്ലാം മറ്റൊരാൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ വിമർശിക്കുക എന്നുള്ളത് മലയാളികളുടെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതിന് എത്ര കാലം കഴിഞ്ഞാലും ശരിയാവില്ല. പട്ടിയുടെ വാലും മലയാളിയുടെ നാവും ഒരിക്കലും നന്നാവില്ല. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു സ്ത്രീ ഇവരെ കുറിച്ച് നടത്തിയ പരാമർശമാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാ. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇത് വരുമോ. സീരിയസ്ലി ആ കോമന്റില് ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. സോ ഈ ഒരു കമന്റ് ഇട്ട ചേച്ചിയോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് മേളിലോട്ടും പുക്കിളിന് താഴെയായിട്ട് എന്തോ ഒരു അമൂല്യമായിട്ടുള്ള വസ്തു പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ്. അതിന്റെ ആ ഒരു വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ പൊതുസമൂഹത്തിനെ പണ്ട് മുതലേ ബാധിച്ചിട്ടുണ്ട്. അത് ഇന്നും തുടരുന്നു. നമ്മൾ എത്രത്തോളം പുരോഗമന വാദം ഉയർത്തുമ്പോൾ പോലും അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാലും നമ്മുടെ നാട്ടിൽ ധാരാളം വിധവകളുണ്ട്, അതേപോലെ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, അതുകൂടാതെ റേപ്പ് സ്ത്രീകളുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇനിയും മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. അത് ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് കൊണ്ട് അവർ ജീവിച്ചുകൊണ്ടോട്ടെ. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഥ കടച്ച് വീട്ടിലിരിക്കുക. അത് മാത്രമേ ഉള്ളൂ അതിനുള്ള പരിഹാര മാർഗം. നിങ്ങളെ കുറച്ചു പേരെ ഭയന്നുകൊണ്ട് ഇവർക്കാർക്കും പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ പൊതുസമൂഹത്തിനിടയ്ക്ക് സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർ
വീട്ടിൽ കഥ അടച്ചിരിക്കുക. ഇനിയിപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ 4 പേരെ ഭയന്നുകൊണ്ട് ഇവർക്കാർക്കും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ പൊതു ഇടങ്ങളോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ഭീതിജനകമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് പൊതുസമൂഹത്തിൽ. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താണ്ട് മറക്കരുത്.